ഉരുളക്കിഴങ്ങ്, കാബേജ്, ടൊമാറ്റോ ഇതെല്ലാം കൊണ്ട് തയ്യാറാക്കുന്ന സബ്ജിയുടെ റെസിപ്പിയാണ്. ചപ്പാത്തി, പൂരി ഇതിനോടൊപ്പം സൈഡായി കഴിക്കാൻ നല്ലൊരു ഡിഷാണ്. രാജലക്ഷ്മീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് തയ്യാറാക്കാൻ പകുതി കാബേജ്, ഒരു വലിയ ടൊമാറ്റോ, ഒരു സവാള, 2 പൊട്ടറ്റോ, 3-4 പച്ചമുളക് ഇതൊക്കെയാണ്. ഇനി നമുക്ക് കാബേജ് ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം ചെറുതായിട്ട്. ഇനി നമുക്ക് രണ്ടാമത്തേത് പീസും അതുപോലെ കട്ട് ചെയ്ത് എടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് വെള്ളമൊഴിച്ച് വെച്ചതിന് ശേഷം ഒന്ന് വാഷ് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങും സവാളയെല്ലാം ഇതുപോലെ സ്ക്വയറായിട്ട് ഒരേ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഒരു വലിയ ടൊമാറ്റോയും ആണ് വേണ്ടത്. മീഡിയം സൈസ് ടൊമാറ്റോ ആണെങ്കിൽ 2 എണ്ണം ചേർക്കാവുന്നതാണ്. 3-4 പച്ചമുളകും 2 വലിയ അല്ലി വെളുത്തുള്ളിയും ക്രഷ് ചെയ്തതും. സോസ് പാൻ വെച്ചിട്ട് അത് ഓയിൽ നല്ല ചൂടായി വരുമ്പോൾ അതിലോട്ട് പൊട്ടറ്റോ ചേർക്കാം. അതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് കുറച്ച് കളർ കിട്ടാൻ വേണ്ടി അല്പം മഞ്ഞളൂടെ ചേർക്കണം. ഇപ്പോൾ അത് ചെറുതായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. എന്നിട്ട് അതേ പാനിൽ തന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കണം. എന്നിട്ട് 1/2 ടീസ്പൂൺ ജീരകവും, അത് കഴിഞ്ഞിട്ട് അരിഞ്ഞ് വെച്ച സവാളയും ചേർക്കുക. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതിലോട്ട് 2-3 പച്ചമുളകും ചേർത്തതിന് ശേഷം അരിഞ്ഞ് വെച്ച കാബേജും ചേർക്കണം. എന്നിട്ട് നല്ല ഒന്ന് മിക്സാക്കി എടുക്കണം. ഈ സമയം മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് കുക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് ഒരല്പം സോൾട്ട് കൂടെ ചേർക്കണം. സോൾട്ടും ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുക്കണം. എന്നിട്ട് 2-3 മിനിറ്റ് അതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. അപ്പോൾ അത് തുറന്നതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് അതിലോട്ട് അരിഞ്ഞു വെച്ച ടൊമാറ്റോ ചേർക്കാം. എന്നിട്ട് അതൊന്ന് നല്ല മിക്സാക്കി എടുക്കണം. നമ്മളിതിൽ അല്പം പോലും വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ടൊമാറ്റോയിൽ നിന്നുള്ള വെള്ളവും കാബേജിൽ നിന്നുള്ള ഈർപ്പവും മതിയാകും ഇത് ആവശ്യത്തിന് കുക്കാവാൻ. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. വീണ്ടും ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് 1-2 മിനിറ്റ് കുക്ക് ചെയ്യണം. ഇനി നമുക്കതിൽ കുറച്ച് പൊടികളൊക്കെ ചേർക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1 ടീസ്പൂൺ മുളക് പൊടിയുമാണ് ചേർക്കേണ്ടത്. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും. ഗരം മസാലയുടെ വീഡിയോ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് നല്ല മിക്സാക്കി എടുക്കണം. അതിൻ്റെ മസാലയെല്ലാം അതിൽ നല്ലവണ്ണം പിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിൽ മസാലയെല്ലാം നല്ല പിടിച്ചു. ഇനി നമുക്കത് അതിലോട്ട് ഒരു 2 അല്ലി വെളുത്തുള്ളി ക്രഷ് ചെയ്ത് ചേർക്കാം. എന്നിട്ട് ഒന്ന് മൂടി കൊണ്ട് അടച്ചു വയ്ക്കണം. അടച്ചു വെച്ചിട്ട് വീണ്ടും 1-2 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തുറന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ സമയം അതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പൊട്ടറ്റോ ചേർക്കാം. അതൊന്ന് ഇളക്കി നല്ല മിക്സാക്കി എടുക്കണം. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ റെഡിയാക്കാവുന്ന ഒരു സബ്ജിയാണിത്. എന്നിട്ട് നമുക്കത് അടച്ചു വയ്ക്കാം. 1-2 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കിയതിന് ശേഷം അതിലോട്ട് അല്പം നെയ്യ് ചേർക്കാം. 1 ടീസ്പൂൺ അളവിൽ. ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കും. നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ട് ഇപ്പോൾ അതിന്. ഇതിൽ മല്ലിയില അങ്ങനെയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ അതിന് നല്ലൊരു ഫ്ലേവറുണ്ട്. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ ഷുഗർ ചേർക്കാം. ഷുഗർ ചേർക്കുന്നത് അതിൻ്റെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്.
ഇതിനോടൊപ്പം കഴിക്കാൻ ചപ്പാത്തിയാണ് റെഡിയാക്കുന്നത്. ഇതുപോലെ നെയ്യൊക്കെ ചേർത്തിട്ടുള്ള ചപ്പാത്തിയാണ്. ഇതിനു മുന്നേ ഫുൾക്ക ചപ്പാത്തിയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് കണ്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ലൈക്ക് ചെയ്യാനും മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആകുമെങ്കിൽ അവർ കൂടെ ഒന്ന് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ രണ്ടാമത്തെ ചപ്പാത്തി അതുപോലെ റെഡിയാക്കിയിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഇതേപോലെ ചെറിയ ചപ്പാത്തി ഉണ്ടാക്കാറുണ്ട്. ഇനി നമുക്ക് സബ്ജി സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഫ്രണ്ട്സിൻ്റെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് പുതിയ പുതിയ റെസിപ്പികൾ ചെയ്യാൻ തോന്നുകയുള്ളൂ. ഇതേപോലെ ചെറിയ ചപ്പാത്തി ഉണ്ടാക്കിയാൽ നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാൻ തോന്നും. ഇതിനു മുന്നേ ബട്ടൂര, പൂരി ഇതിൻ്റെയൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സബ്ജിയാണ്. വെജിറ്റബിൾസ് എല്ലാം ഒരുമിച്ച് ചേർത്ത് ഇതേ രീതിയിൽ റെഡിയാക്കിയത് കൊണ്ട് ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്നാൽ അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നവരെ നന്ദി.